everyone, welcome back to our channel, and this is me Shilpa. There are so many things that I left unsaid. This vlog വളരെ ചില്ലടിച്ചിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു PCODയും കാര്യങ്ങളൊക്കെ PCOS എനിവേ ഒരു സാധനം. അപ്പോൾ അത് ബേസിക്കലി ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. പിന്നെ അത് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാവും, വലിയ കാരണക്കാരൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് റെഡ്യൂസ്ഡ് ആയ പോലെ തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ഡയറ്റിലായാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് കുഞ്ഞു ചേഞ്ചസ് കൊണ്ടുവന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഡിഫറൻസും എനിക്ക് കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കുറേ പേർക്കെങ്കിലും ഉള്ളൊരു പ്രശ്നമായിരിക്കും പല സാധനങ്ങളും അവോയ്ഡ് ചെയ്യേണ്ടത്, ലൈക്ക് ഡയറി, ഷുഗർ കാര്യങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പക്ഷേ നമുക്ക് നല്ല യമ്മി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡായിരിക്കും. പക്ഷേ റിയൽ സാധനത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല ഫൈനാണ്. എനിക്കിഷ്ടമുള്ള ടേസ്റ്റ് കഴിക്കാനും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇന്നൊരു സൺഡേ ആണ്, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ റൂമിൽ ചുമ്മാ വന്നിരിക്കുകയാണ്. അല്ല ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇടണം, ബെൽ ബട്ടണിൽ. എന്നാൽ മാത്രമാണ് മിനിമം യൂട്യൂബ് എന്തെങ്കിലും തരുന്ന നോട്ടിഫിക്കേഷൻ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ നോക്കാം. സോ നമുക്ക് പോകാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ട് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ആക്ച്വലി വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കോക്കോ പൗഡറൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇന്ന് ഞാൻ ഇത് കാണിക്കാം. ഞാൻ ഹോട്ട് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഈ വീഡിയോയിൽ തന്നെ കാണിക്കും, പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യണത് വേറെ ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയണത് ഇത് ഓട്സാണ്, ഏലക്കായും പിന്നെ കറുവാപ്പട്ടയും കൂടി ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറി ഫ്രീ ആണല്ലോ പോകേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും പാൽ ഉപയോഗിക്കാൻ പറ്റില്ല, വേറൊരു കൈൻഡ് ഓഫ് പാലും പറ്റില്ല, കാരണം ഹോർമോണൽ എന്തൊക്കെയോ ഉള്ളതുകൊണ്ട് അത് കുടിക്കേണ്ട വെച്ചു. അപ്പം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്സ് ഉപയോഗിക്കാം, ആൽമണ്ട്സ് ഉപയോഗിക്കാം, സോയ ഉപയോഗിക്കാം, അങ്ങനെ കുറേ സാധനങ്ങൾ ഉപയോഗിക്കാം. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഓട്സാണ്. കുറച്ചെടുത്തിട്ട് ഞാൻ രാത്രി വെച്ചിട്ട് രാവിലെ ഇതാക്കാണ് ചെയ്യാറ്, പേസ്റ്റ് ആക്കാണ് ചെയ്യാറ്. പക്ഷേ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചതാണ്, ഞാൻ മറന്നുപോയി. എന്തായാലും പിന്നെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ വെച്ചു. ഓക്കെ, കുറേ ഉണ്ടാക്കണം, കുറേ അല്ല, ഒരു ബോട്ടിൽ ഞാൻ ഉണ്ടാക്കി വയ്ക്കും. അവിടെ ഒരു 5 ദിവസം വരെ ഓടും. അപ്പോൾ അത് എന്തായാലും എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ലൈക്ക് ലിറ്ററലി നമുക്ക് ചായ ഉണ്ടാക്കാം, മറ്റേ ഷേക്ക് ഉണ്ടാക്കാം, എന്തും നമ്മൾ പാലുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണം അതൊക്കെ ഉണ്ടാക്കാം. പക്ഷേ തൈരും മോരൊന്നും ഉണ്ടാക്കാൻ പറയരുത്, അതൊന്നും പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ എന്തായാലും ഇതിനെ ഫുള്ളായിട്ട് ഇതിനകത്ത് ഇടുക. അപ്പം നമ്മുടെ പേസ്റ്റ് ആയിട്ടുണ്ട് സാധനം. ഇനി ഞാൻ ഇതിനെ ഒരു വലിയ ഒരു മിനിറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു സംഭവത്തിന് ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവാണ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിക്കേണ്ട വെള്ളം എടുത്തിട്ട് ഇതിനെ അടയ്ക്കുക, ഇതിനെ ഫുള്ളായിട്ട് കുലുക്കുക. അപ്പോൾ നമ്മളൊരിക്കലും കുറേ വെള്ളം വാരി ഒഴിക്കരുത്. അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളം പോലെ ഇപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും ഒരുമാതിരി വൃത്തി ടേസ്റ്റ് വരും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ എത്ര ഓട്സാണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കറിയാമല്ലോ, ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിന്നൊക്കെ വരും. പക്ഷെ അത് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഓട്സ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നാൽ കുറച്ച് ഓട്സൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. നമുക്ക് ഭയങ്കര സ്ലൈമിങ് ഒന്നും പറ്റില്ല, ഒരുമാതിരി വെള്ളം പോലെ ആവരുത്. ഞാൻ ഈ സാധനത്തിനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റില്ല, കാരണം എല്ലാ ഗ്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് അരിച്ചെടുക്കണം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഓട്ട് മിൽക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടെ തിക്കായിരുന്നു. റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ചും കൂടെ ഓട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഭയങ്കര അതുകൊണ്ട് തന്നെ കുറേ അധികവും ഇല്ല. ഓക്കെ, ആഫ്റ്റർ 2 days നമുക്ക് നമ്മുടെ കോക്കോ പൗഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത്തെ വട്ടാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം വാങ്ങിയിട്ട് പിന്നെ ഹെർഷീസിൻ്റെയാണ് വാങ്ങിയത്. പക്ഷെ എനിക്ക് ഹെർഷീസിൻ്റെക്കാളും ഇതാണ് ഇഷ്ടപ്പെട്ടത്.
സോ കമ്മിങ് ടു ദ ഇൻഗ്രീഡിയൻസ്, നമുക്ക് ഇതാണ് വേണ്ടത്. നമുക്ക് ഇപ്പോൾ ഇതിൽ നമ്മുടെ എന്താണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനോ കേക്ക് ഉണ്ടാക്കാനൊക്കെ അത് ഉപയോഗിക്കാം കേട്ടോ. അത് കുറേ അത്യാവശ്യം 150 ഗ്രാമോ 200 ഗ്രാം എന്തുകൊണ്ട് നമ്മുടെ ഈ സാധനം. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ അല്ല, ഞാൻ ഷൂട്ട് ചെയ്തത് ഇന്നലെ 2 ദിവസം മുന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സ്വീറ്റ്നർ ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ശർക്കര. കാരണം PCOS കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഷുഗറിന് ഇത് നന്നല്ല, പക്ഷെ PCOSന് ഇത് യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ ഇൻ ദ സെൻസ് എന്തിനൊക്കെയോ സ്കിന്നിനൊക്കെ നല്ലതാണ്. ദെൻ വി ഹാവ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഓട്ട് മിൽക്ക്. ഇതിന്റെ പകുതി ഞാൻ തന്നെ തീർത്തു. അപ്പം അതാണ് വി നീഡ് എ കപ്പ്. കാരണം കണ്ടില്ലേ, എല്ലാം മിക്സാക്കി ഞാൻ തന്നെ. ഇതിനെ നന്നായിട്ടൊന്ന് കുലുക്കുക. കാരണം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ഭയങ്കര തിക്കായി, ഞാൻ പറഞ്ഞില്ലേ. കാരണം അത് നമ്മൾ എത്ര കാരണം പറയേണ്ടത്, എൻ്റെ കാരണം നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ഇത്ര എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും. ചൂടാക്കുമ്പോൾ കുറേ കൂടെ തിക്കായി മാറും. കാരണം കണ്ടിട്ടില്ലേ, നമ്മൾ ഓട്സിൻ്റെ അത് വെള്ളം ഇടുമ്പോൾ അത് തിക്കനായിട്ട് വരികയല്ലേ ചെയ്യാം. ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതാണ് ഹെൽത്തി സത്യം പറയാനാണെങ്കിൽ. പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റ് നിങ്ങൾ പാലോണ്ട് ഉണ്ടാക്കിയ ശരിക്കും ആ ടേസ്റ്റ് വരും. പക്ഷെ നമുക്കിപ്പോൾ എന്തായാലും അത് പറ്റില്ല. ബട്ട് ഞാനിത് മാക്സിമം എനിക്കിഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിനുണ്ട് നന്നായിട്ട്. ഇതിനെ നിങ്ങൾക്ക് ഇതേ കുറച്ച് ശർക്കര വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നാൾ ഓടും. കാരണം ഒരു സ്പൂൺ എടുത്ത് നിങ്ങൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്താൽ മതി. നമ്മൾ എല്ലാം ചെയ്യണതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കോക്കോ പൗഡറിനെ ഇതെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിനകത്തോട്ടിട്ട് വെക്കണം. സോ ദാറ്റ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഇത്തിരി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇത് ഞാൻ പറയുന്നില്ല നിങ്ങൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആവുന്നൊന്നും എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ അതിനകത്ത് ഇപ്പോൾ കുറച്ചും കൂടെ വാട്ടറി ആക്കിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് നിങ്ങളിതിനെ പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരും. അല്ല നിങ്ങൾ ഇനി ഓട്ട് മിൽക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ടൊക്കെ ആണെങ്കിൽ വരും. കാരണം അവരത് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ലൈക്ക് നമ്മളെപ്പോഴും പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. മൈറ്റ് നോട്ട് ലുക്ക് അടിപൊളി. കാരണം ലുക്കിലല്ലല്ലോ മോളെ, വർക്കിലല്ലേ കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.